ക്ഷമിക്കണം, കാഥികന് തെറ്റിപ്പോയതാണ്. ഞാൻ വെറും തങ്കപ്പനല്ല, മനോജ് കുമാറാണ്. സിനി ഫെയിം, റേഡിയോ ഫെയിം. സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മപെങ്ങന്മാരെ, എന്റെ ആരാധകരെ, ഞാൻ പാടുന്നതിനിടയ്ക്ക് പൊന്നാട, ജണ്ട്, റീത്ത്, ഹാരം, നോട്ടുമാല, നാരങ്ങ എന്നിവയൊക്കെ നൽകി എന്നെ സ്നേഹം കൊണ്ട് വീർപ്പൂട്ടിക്കരുതേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ഞാൻ തുടങ്ങട്ടെ. അങ്ങനെ ഘോര വനാന്തർഭാഗത്തേക്ക് പോകാൻ നിൽക്കുന്ന ശ്രീരാമനെ നോക്കി സീത ഇങ്ങനെ മൊഴിഞ്ഞു. ചേട്ടൻ ആരെങ്കിലും ലവ് ചെയ്തിട്ടുണ്ടോ? കുരുത്തക്കേടിന്റെ കൂടാണ്, അടുപ്പക്കാരന് തേനാണ്, വെളുക്കുമ്പോ തൊട്ട് പാമ്പാണ്, മിടുമിടുക്കുള്ള ജോയ്. പണിക്ക് ചെന്നതിൻ പിറ്റേന്ന് കൊടക്ക് വേലകൾ കാട്ടിയിട്ട് കണക്ക് തെറ്റിയ റോക്കറ്റായി തിരിച്ചു പോരണ ജോയ്. ഇവനെന്തിന് പോന്നോനാ, പല നമ്പരുമുള്ളോനാ, പണി എന്തിന് പോയാലും കെടി കൊണ്ടുവരുന്നോനാ. വെള്ളം തളിക്കാതെ ഫുള്ളം നടിക്കാനും വെള്ളം തടിക്കാതെ ഉള്ളം കൊടുക്കാനും എന്തൊക്കെ വന്നാലും കണ്ടയ്ക്ക് നിൽക്കുന്ന ജോയ്. നമ്മുടെ മുത്താണ് ജോയ്, നമ്മുടെ സ്വത്താണ് ജോയ്, എങ്കിലും ഫിറ്റാണ് ജോയ്. നമ്മുടെ മുത്താണ് ജോയ്, നമ്മുടെ സ്വത്താണ് ജോയ്, എങ്കിലും ഫിറ്റാണ് ജോയ്. കുരുത്തക്കേടിന്റെ കൂടാണ്, അടുപ്പക്കാരന് തേനാണ്, വെളുക്കുമ്പോ തൊട്ട് പാമ്പാണ്, മിടുമിടുക്കുള്ള ജോയ്. നിരത്തിലെ ATM ഫുള്ളേസി മണ്ണിട്ട് ജോയ്. മണിയറ പൂകുമ്പോ മണവാട്ടി ബ്രാൻഡാകും, കുടിക്കണ പാലയ്യോ വാളാക്കും ജോയ്. മുഴുമുഴുത്ത റബ്ബർ പുനകുനത്ത പെൻസില് വെട്ടി നിരത്തി വെക്കണ ടൈപ്പാ. തോറ്റ് തുന്നമാടി വന്നിരിക്കുന്നു നിന്റെ മോൻ. കുരുത്തക്കേടിന്റെ കൂടാണ്, അടുപ്പക്കാരന് തേനാണ്, വെളുക്കുമ്പോ തൊട്ട് പാമ്പാണ്, മിടുമിടുക്കുള്ള ജോയ്. അമേരിക്കയിൽ നിന്ന് വിദ്യാഭ്യാസം നേടി വന്ന KT നായരുടെ മകൻ ഞാനാണ്. അപ്പൊ എനിക്ക് എന്തരാ പാടണേച്ച് നീ എന്തിനാണ് ഒരു ചക്കപ്പൂന്തിയ പോലെ ഇരിക്കണ? നീ എന്നെ കൂടുതൽ കാശിനു ടൈറ്റായാൽ മറ്റൊന്നും നോക്കാതെ ജോയ്. കുടിച്ചിട്ട് പോയോരാ കാശുണ്ട് ഇന്നിപ്പോ. എനിക്കാണെങ്കിൽ ഒരുപാട് തമാശകൾ പറയാനറിയാം. എന്നാ പിന്നെ വേറൊരു തമാശ, ഇത് എന്തായാലും ശോഭയ്ക്ക് ചിരി വരും. ഭയങ്കര തമാശ. എന്റെ മണ്ട മാത്രം മതിയല്ലോ. മരമണ്ട അതിലും നീ തോറ്റേക്ക് വന്നാലുണ്ടോ നിനക്ക് ആ പച്ച വെള്ളം തരും. ആന്റി പിന്നീട് പശ്ചാത്തപിക്കേണ്ടി വരും. നീ അമേരിക്ക പോയിട്ടുണ്ടെങ്കിൽ ധൈര്യമായി പറയടാ. എന്ത് വിഡ്ഢിത്തരമാണ് ഇവൻ പറയുന്നത്? അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ? ഇവൻ പൊട്ടനാണ് മുതലാളി. കണ്ട, ഇവൻ പതിരന് മൂങ്ങനുമാണ്. പണി എന്തിന് പോയാലും ശോഭയ്ക്ക് തമാശ ശരിക്കും മനസ്സിലായില്ലേ? ചേട്ടാ കുറച്ച് ചോറിട്ടെ. വേണ്ട. അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്, എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ.